വീണ്ടും കത്തിക്കയറി ഭാരതാംബ വിവാദം. രാജ്ഭവനിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിന് പിന്നാലെ പരിപാടി ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടി. നമുക്കൊപ്പം മന്ത്രി വി ശിവൻകുട്ടി ചേരുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മിനിസ്റ്റർ. എന്തുകൊണ്ടാണ് ദേശീയഗാനത്തിന് മുൻപേ താങ്കൾ ഇറങ്ങിപ്പോയത്? ദേശീയ ഗാനത്തിന് മുമ്പ് ഇറങ്ങിപ്പോയതല്ലല്ലോ സംഭവം എന്ന് പറയുന്നത്. അവിടെ സംസ്ഥാന ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ രാജ്യ പുരസ്കാര അവാർഡ് വിതരണ ചടങ്ങായിരുന്നു. ആ ചടങ്ങ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതിൻ്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് കേരള ഗവർണറാണ്. രാജ്യ പുരസ്കാര അവാർഡ് കൊടുക്കുന്ന ചടങ്ങിൽ ഞാൻ താമസിച്ചാണ് എത്തിച്ചേർന്നത്. 20 മിനിറ്റ് വൈകിയാണ് ഞാൻ എത്തിച്ചേർന്നത്. നേരത്തെ തന്നെ രാജ്ഭവൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചടങ്ങ് നടത്തണമെന്ന് 2-3 ആഴ്ചകൾക്ക് മുമ്പ് രാജ്ഭവനിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. ഇങ്ങനൊരു ചടങ്ങ് രാജ്ഭവനിൽ വെച്ച് നടത്തണമെന്ന്. എന്നോടല്ല, ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയോട് പറഞ്ഞിരുന്നു. ഞാനവിടെ ചെന്നപ്പോൾ ഈ കാവിക്കൊടി ഏന്തിയ ഒരു വനിതയുടെ ഒരു ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് വെച്ച് ബഹുമാനപ്പെട്ട ഗവർണർ അതിൽ പൂവിട്ട് വിളക്ക് കത്തിക്കുകയാണ് ഞാൻ കണ്ട രംഗം. ഞാനവിടെ ഇരുന്നു. സ്വാഗത പ്രസംഗം കഴിച്ചതിന് അധ്യക്ഷ പ്രസംഗത്തിന് ക്ഷണിച്ചു. അധ്യക്ഷ പ്രസംഗത്തിന് ക്ഷണിച്ചപ്പോൾ ഞാൻ രാജ്യ പുരസ്കാര അവാർഡ് നേടുന്ന എല്ലാ സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഇത് ഒരു രാജ്യഭവനും അതുപോലെ കേരള ഗവൺമെൻറ്റും കൂടി നടത്തുന്ന സംയുക്ത പ്രോഗ്രാമാണ്. ഇത് ഇവിടെ ഒരു കാവിക്കൊടി ഏന്തിയ ഒരു വനിതയുടെ ചിത്രം വച്ച് പൂജിച്ച് നടത്തേണ്ടതല്ല. അത് രാഷ്ട്രീയമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. എന്ന് മാത്രമല്ല, കാവിക്കൊടി ഏന്തിയ വനിത ആരാണെന്ന് പോലും അവിടെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അറിയില്ല. ബഹുമാനപ്പെട്ട ഗവർണർ കാണിച്ചത് ഇത് പ്രോട്ടോകോൾ ലംഘനമാണ്. എന്ന് മാത്രമല്ല, ഒരു രാജ്ഭവനെ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടിലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു രാഷ്ട്ര സങ്കല്പത്തിനും അതിൻ്റെ മുകളിലല്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങയെ ഓർമ്മപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു. അങ്ങ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ രാഷ്ട്രപിതാവിൻ്റെയോ പടം വച്ചിരുന്നെങ്കിലും നമുക്ക് കുട്ടികളോട് പറയാമായിരുന്നു, നമുക്കെല്ലാം മനസ്സിലാവുമായിരുന്നു. ഇത് ഒരു വിവാദമായ ശേഷം, ഭാരതാംബ ഒരു വിവാദമായ ശേഷം അങ്ങ് മനഃപൂർവ്വം സംസ്ഥാന ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി പോവുകയാണ് എന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയ ശേഷം അവർ രാജ്ഭവനിൽ നിന്ന് ഇറക്കിയ ഒരു പ്രസ് റിലീസ് എന്ന് പറയുന്നത് ഇത് പ്രോട്ടോകോൾ ലംഘനമാണ് നടത്തിയത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, ഭരണഘടനയിൽ എവിടെയാണ് കാവിക്കൊടി ഏന്തിയ വനിതയെ പൂജിക്കണമെന്ന് പറയുന്നത്? അത് ഗവർണർ ഭരണഘടനയെ അവഹേളിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ, ഇപ്പോൾ RSS അജണ്ട നടപ്പാക്കുന്ന സ്ഥലമായി രാജ്ഭവനെ മാറ്റില്ല അല്ലെങ്കിൽ മാറ്റാൻ പാടില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലത്തെ വാർത്താസമ്മേളനത്തിൽ ഈ ഭാരതാംബ വിവാദത്തിൽ ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വിശദമായി തന്നെ വന്നത്. അത് ഇന്നലെ നമ്മൾ കേട്ടതാണ്. അതുമാത്രമല്ല, ഗവർണർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക പരിപാടികളിൽ, അതായത് സർക്കാരിന്റെ പരിപാടികളിൽ ഉണ്ടാകില്ല, ഇങ്ങനെ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല എന്ന് അറിയിച്ചതായി മുഖ്യമന്ത്രി തന്നെയാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഈ പരിപാടി അത് ഒരു സർക്കാർ പരിപാടിയാണോ? സർക്കാർ നേരിട്ട് നടത്തുന്ന പരിപാടിയാണോ? അല്ല, ഗവൺമെൻറ്റും രാജ്ഭവനും കൂടെ സംയുക്തമായിട്ട് നടത്തുന്ന പ്രോഗ്രാമാണ്. ഈ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഞാനാണ്. എന്ന് മാത്രമല്ല, ഞാൻ ഈ ദേശീയ ഗാനത്തിനിടെ ഞാൻ ഇറങ്ങിപ്പോയെന്ന പുതിയ ആരോപണം ഞാൻ നിങ്ങളുടെ ചാനലിൽ കേട്ടു. അത് തെറ്റാണ്. ഞാൻ ചെല്ലുമ്പോൾ അവിടെ ദേശീയ ഗാനമൊന്നുമില്ല. അവിടെ നിശബ്ദയോടുകൂടി നിന്ന് ഗവർണർ വീഡിയോ കണ്ടെന്നൊക്കെ മനസ്സിലാവും, നിലവിളക്ക് കൊടുത്തുകയാണ്. അങ്ങനെ ഒരു ആരോപണം ചെന്നപ്പോഴല്ല, ദേശീയഗാനത്തിന് മുൻപേ പരിപാടി അവസാനിക്കുന്നതിന് മുൻപ് താങ്കൾ പോയിരുന്നു. അല്ല, പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് പോകാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ആരും ഇറങ്ങി പോകാൻ പാടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ദേശീയഗാനം പാടിക്കൊണ്ടിരുന്ന അവസരത്തിൽ ദേശീയഗാനത്തെ താമസിച്ചാണ്. എനിക്ക് എൻ്റെ അസൗകര്യം കൊണ്ട് താമസിച്ചാൽ തന്നെയാണ് വന്നത്. അത് ഞാൻ രാജ്ഭവനെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ 10 മിനിറ്റ് താമസിച്ച് വന്നതോ അതല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇറങ്ങിപ്പോയോ ആണോ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ? അതാണ് പ്രശ്നം. അതല്ലല്ലോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാരതാംബ എന്ന് പറഞ്ഞ് ഒരു പടത്തിൻ്റെ മുന്നിൽ വച്ച് നമ്മുടെ ഔദ്യോഗിക പരിപാടിയിൽ അത്
അവരെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലോ, ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഭാരതാംബയുടെ ചിത്രം അവിടെ ഉണ്ടാകും. ആ ചിത്രം ഈ സർക്കാരിന്റെ പരിപാടികളിൽ ഉപയോഗിക്കില്ല എന്നതാണ് ഗവർണർ ഔദ്യോഗികമായി അല്ലെങ്കിൽ ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി മുഖ്യമന്ത്രി അറിയിച്ചത്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന പരിപാടിയാണോ ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്നത്? ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്നത് മറ്റൊരു അസോസിയേഷൻ അല്ലേ? ഗവർണർ നടത്തുന്ന പരിപാടിയാണെങ്കിൽ പോലും അവിടെ അത് ഗവർണർ രാജ്ഭവൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണല്ലോ. അവിടെ പിന്നെ കാവിക്കോടി ഏന്തിയ വനിതയെ പൂജിച്ചും RSSൻ്റെ തത്വം പ്രചരിപ്പിക്കാനും പാടുണ്ടോ? അത് പാടില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 ദിവസം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ അവർ അപ്രൂവ് ചെയ്തുകൊണ്ട് മിൻസ് ബൈ പ്രോഗ്രാം തന്നതിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ലൈറ്റ്നിങ് ഓഫ് എ ലാമ്പ് ആൻഡ് സ്കൗട്ട് ഗൈഡ് പ്രയർ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ഭാരതാംബയുടെ കാര്യമൊന്നും പറയുന്നില്ല. അതായത് പരിപാടിയുടെ ഷെഡ്യൂളിൽ നേരത്തെ കൃഷിമന്ത്രിക്ക് നേരിട്ട അതേ അനുഭവമാണ് താങ്കൾക്കും ഉണ്ടായതല്ലേ? അതായത് പരിപാടിയുടെ ഷെഡ്യൂളിൽ ഈ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന ഉണ്ടായിരുന്നില്ല. പുഷ്പാർച്ചന പിന്നെ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നില്ല. പുഷ്പാർച്ചന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ രൂപത്തിൽ രാഷ്ട്രീയപരമായി രാജ്ഭവനെ മാറ്റുന്നതിലുള്ള പ്രതിഷേധം ചെന്ന് അറിയിക്കും. ഞങ്ങൾ അറിയിക്കാനുള്ള ജനാധിപത്യ അവകാശം ഞങ്ങൾക്കുണ്ടല്ലോ. തീർച്ചയായും രാജ്ഭവനാണ് ഗവർണറാണ് എന്നുള്ളത് കൊണ്ട് ഒരു തെറ്റായ കാര്യം അറിയിക്കേണ്ട കാര്യം എന്താ? തീർച്ചയായിട്ടും പറയും, ചെന്ന് പറയുക തന്നെ ചെയ്യും, ഇനിയും ചെന്ന് പറയും.